വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ഇപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവെ, റാന്നിയിൽ നിന്നുള്ള ഷീനയ്ക്കും എബിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവെ, ഈ കുടുംബത്തിൻ്റെ മേൽ സകല അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയണമേ. ദൈവികമായ സമാധാനത്താൽ ഈ കുടുംബത്തിൽ നിറയ്ക്കണമേ. കുടുംബത്തിലെ സകല പ്രശ്നങ്ങളും യേശു കർത്താവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. റാന്നിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കടബാധ്യതകളിൽ നിന്നും പരിപൂർണമായ സ്വാതന്ത്ര്യം അങ്ങ് നൽകണമേ. ഒരു സ്വന്തമായ ഭവനം പണിയേണ്ടതിന് അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എടത്തുവായിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ഭർത്താവിന് എല്ലാ രോഗങ്ങളിൽ നിന്നും സമ്പൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ. നല്ല ആരോഗ്യത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago. 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ആഗസ്റ്റ് 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ ആഗസ്റ്റ് 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബ്നേസർ ഓഡിറ്റോറിയം, ബിഷപ്പ് ഹൗസിന് സമീപം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. വീടിനോട് ചേർന്ന് 5 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. അത് 18 വർഷം മുമ്പ് തൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് സഹോദരന്മാരെല്ലാവരും ചേർന്ന് തനിക്ക് ആ വസ്തു കൊടുത്തിട്ട് സഹോദരൻ്റെ പണം കൊണ്ട് സഹോദരിയുടെ വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ വിവാഹം കഴിച്ച ശേഷം ആ വസ്തു തനിക്ക് എഴുതി കൊടുക്കുവാൻ തൻ്റെ കുടുംബത്തിലുള്ളവർ തയ്യാറായില്ല. പൈസ വാങ്ങി പക്ഷെ വസ്തു എഴുതി കൊടുത്തില്ല. പക്ഷെ അത് മുഖാന്തരം താൻ വല്ലാതെ പ്രയാസപ്പെട്ടു. താൻ ഗൾഫിലാണ്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾക്കായി താൻ ഒത്തിരി പണം ചിലവഴിക്കുകയും ഒത്തിരി പ്രയാസപ്പെട്ടു. വർഷങ്ങൾ തോറും വരുമ്പോഴും ഈ പ്രയാസത്തിൽ പോയിക്കൊണ്ടിരുന്നു. നീണ്ട 18 വർഷം താൻ ഈ പ്രയാസത്തിലൂടെ പോയി. പക്ഷേ അതിനുശേഷം നമ്മുടെ ബ്ലെസ്സിങ്ങിലൂടെ TV പ്രോഗ്രാം കണ്ടു. ഇവർ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്നു. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം എല്ലാ ദിവസവും ഇവർ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ജൂൺ ലാസ്റ്റ് ബ്രദർ TV പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വളരെ നീണ്ട വർഷമായി ചില വസ്തു തർക്കത്തിൽ കിടക്കുന്ന ആ വസ്തു നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോവുകയാണെന്ന് ബ്രദർ പറഞ്ഞു. ഈ ജൂൺ ലാസ്റ്റ്. അത് മാത്രമല്ല, വസ്തു അന്ന് കല്യാണത്തിന് പണയം വെച്ചിരുന്നു 40,000 രൂപ. അതും ഇവർ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പലിശയും അതെല്ലാം ചേർത്ത് ഇപ്പോൾ 1,00,000 രൂപയായി. ബ്രദർ ഈ TV പ്രോഗ്രാമിലൂടെ ഈ വസ്തു, തർക്കത്തിൽ കിടക്കുന്ന വസ്തു നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്, വളരെ വേഗത്തിൽ തിരിച്ചു കിട്ടാൻ പോവുകയാണെന്ന് ബ്രദർ പറഞ്ഞു. അത് വിശ്വസിച്ച് ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സംഭവിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ വിട്ടുകൊടുക്കാതിരുന്ന സഹോദരന്മാർ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലം എടുത്തോ, ഞങ്ങൾ എഴുതി തന്നേക്കാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ വിളിച്ചിട്ട് 18 വർഷമായി പറയാത്ത ബന്ധുക്കൾ ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ വന്ന് പറഞ്ഞു, നിങ്ങൾ തന്നെ ആ സ്ഥലം എടുത്തു, സഹോദരൻ തന്നെ സ്ഥലം എടുത്തു എന്ന് പറഞ്ഞത് അവർക്ക് എഴുതി കൊടുത്തു. ആ സമയത്ത് തന്നെ ആ ബാങ്കിൽ 1 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. കടം ഇവർ തീർക്കേണ്ടി വരും. ഇവർ തീർക്കാൻ പൈസ ഇല്ല. ബാങ്കിലാണ് പ്രമാണം ഇരിക്കുന്നത്. പ്രമാണം എടുക്കാനായിട്ട് പൈസ ഇല്ല. 1 ലക്ഷം രൂപയോളം വേണം. ഇവർ തൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തിനോട് പൈസ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൈസ ഇപ്പം എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. ഇവർ അന്നും വൈകുന്നേരം ഇവർ കുടുംബമായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ആ പൈസ ചോദിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടേ അവർക്ക് 1 ലക്ഷം രൂപ കൊടുത്തു. ഇല്ലെന്ന് പറഞ്ഞ അവർ ഇങ്ങോട്ട് കൊണ്ട് 1 ലക്ഷം രൂപ കൊടുത്തു. ഒരു ബാങ്കിൽ ഇരുന്ന പ്രമാണം എടുത്തു. ഇവർ പറയുകയാണ്, ഞങ്ങൾ ഈ ബ്ലെസ്സിങ് സെന്ററിൽ വന്ന് എന്ന് കാൽ ചവിട്ടിയോ അത് നിമിത്തം ഈ 4 മാസം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ശരിയാണോ മക്കളെ? ഈ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം ശരിയാണോ? സത്യമാണ്. ഈ മോൾക്ക് ഇതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് അഡ്മിഷൻ ലഭിച്ചില്ലായിരുന്നു. ഈ മോൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ലായിരുന്നു. ഇവർ അതും എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. BA ഇംഗ്ലീഷിന് ഏറ്റവും നല്ല കോളേജിൽ തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും നല്ല കോളേജിൽ നിന്ന് ആ മോൾക്ക് അഡ്മിഷൻ ലഭിച്ചു. BA ഇംഗ്ലീഷിൽ അഡ്മിഷൻ ലഭിച്ചു. ഗ്രേറ്റ്. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, ഈ കുടുംബത്തോട് ചേർന്ന് യേശുവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഈ സാക്ഷ്യത്തോട് ചേർന്ന് ഞങ്ങളെല്ലാവരും കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്ന വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടിയും കർത്താവേ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. മാത്രമല്ല, കുടുംബത്തിൽ അനേക വർഷങ്ങളായി ശ്രമിച്ചിട്ടും ലഭിക്കാത്ത വിടുതലുകൾ, അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിൽ വന്നു ചേരട്ടെ. ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹത്തോടെ അയക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. Today I'm going to speak to you about Jesus and his amazing mission. ഞാൻ ഇന്ന് നിങ്ങളോട് യേശുവിനെ കുറിച്ചും തൻ്റെ അതിശയകരമായ ദൗത്യത്തെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. When Jesus came into this world, യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he came with a very specific purpose. ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് യേശു വന്നത്. And he came with a very specific mission. ഒരു പ്രത്യേകമായ ദൗത്യം തീർക്കുവാനാണ് യേശു വന്നത്. And if we understand why Jesus came with that mission, that knowledge will change our life. എന്തുകൊണ്ടാണ് യേശു ആ ഒരു ദൗത്യത്തിന് വേണ്ടി വന്നതെന്ന് നിങ്ങൾ അറിയുമ്പോൾ ആ ഒരു അറിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. Can you say amen? ഒരു ആമേൻ പറയാമോ? All of us in our earthly life, we have so many needs. നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. We have physical needs, we have financial needs, we have so many other needs. നമുക്ക് ശാരീരിക ആവശ്യമുണ്ട്, സാമ്പത്തിക ആവശ്യമുണ്ട്, നിരവധി ആവശ്യങ്ങളുണ്ട്. Of course, God is more than able and more than enough to meet and supply all the needs in our lives. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾക്ക് മതിയാകുവോളം നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. But beyond that, we have to seek his face. എന്നാൽ ഇതിനേക്കാളൊക്കെയും അപ്പുറത്തായി നാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. Our love for the Lord should not be depending upon the blessings that we receive. നമ്മൾ ജീവിതത്തിൽ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ചല്ല നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്.
beyond all the blessings, beyond everything that we enjoy here, we have to love Him as a person, as our God, as our Creator. നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറത്തായി, അതിനൊക്കെ വളരെ ഉപരിയായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. In a personal way, we should love God. വ്യക്തിപരമായി ഹൃദയത്തിൽ നിന്നും നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. I usually say one thing: blessings are only the byproduct of our service to God. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആ ശുശ്രൂഷയ്ക്ക്, സേവനത്തിന് ഉപോൽപ്പന്നം മാത്രമാണ്. Not even the main product, it is only a byproduct. അത് പ്രധാന ഒരു ഉൽപ്പന്നം പോലുമല്ല, അതൊരു ഉപോൽപ്പന്നമാണ്. Hallelujah. Hallelujah. That means our main purpose is to love God. അതിന്റെ അർത്ഥം നമ്മുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് കർത്താവിനെ സ്നേഹിക്കുക എന്നതാണ്. Whether we get something or not, we have to love Him. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. Whether we receive the answers to our prayers or not, we have to love Him. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ അവനെ സ്നേഹിക്കണം. We might have written 101 prayer requests in the My Prayer Diary. ഒരുപക്ഷെ പ്രാർത്ഥനാ ഡയറിയിൽ 101 പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകാം. And you got only answer for one prayer. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടിയുള്ളെങ്കിൽ, And you are waiting for 100 answers to come. മറ്റു 100 വിഷയങ്ങളുടെ മറുപടി വരാൻ കാത്തിരിക്കുകയാണെങ്കിൽ, But still you have to love Him. പക്ഷെ അപ്പോഴും നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കണം. And suppose in the tomorrows you receive all the answers for all the prayers, then also your love should be the same. നിങ്ങൾ ആ എല്ലാ 100 വിഷയങ്ങൾക്ക് പിന്നീട് മറുപടി കിട്ടിയാലും നിങ്ങളുടെ സ്നേഹം മാറാത്തതായി നിൽക്കണം. Hallelujah. ഹല്ലേലൂയ. That is the true love, that is the matured love. അതാണ് യഥാർത്ഥ സ്നേഹം, അതാണ് വളർന്ന സ്നേഹം. In the New Testament, Jesus taught us one thing. It is not 10 commandments or 100 commandments, but it is one commandment. You should love your God with all your might, with all your spirit, with all your life, with all your power. പുതിയ നിയമത്തിൽ യേശു നമ്മളെ 10 കൽപ്പനകളല്ല, ഒരേ ഒരു കൽപ്പന നമുക്ക് നൽകി. നമ്മൾ നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ശക്തിയോട് പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സ്നേഹിക്കണം. Somebody shout hallelujah. ഒരു വലിയ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. So knowing the real God and real Jesus is a life-changing experience. അതുകൊണ്ട് യഥാർത്ഥ ദൈവത്തെയും യഥാർത്ഥ യേശുവിനെയും അറിയുന്നത് തന്നെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവമാണ്. See, when we imagine Jesus in our mind, നമ്മുടെ മനസ്സിൽ യേശുവിനെ കുറിച്ച് സങ്കല്പിക്കുമ്പോൾ suddenly we think about a long-haired and with a red shawl Jesus with a white gown. നമ്മൾ സാധാരണ യേശുവിനെ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച, ഒരു ചുവന്ന ഷോൾ ഇട്ട, നീളത്തിൽ മുടിയൊക്കെ കിടക്കുന്ന ഒരു വ്യക്തി. Because that's what we have seen in pictures and paintings. അങ്ങനെയുള്ള ഛായാചിത്രങ്ങളും പെയിന്റിങ്ങുകളുമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. I'm not saying that it is wrong. ഞാൻ അത് തെറ്റാണെന്ന് പറയുന്നില്ല. And we have never seen Jesus in human body when he came here 2000 years back. None of us has seen him. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു മനുഷ്യ ശരീരത്തിൽ വന്ന സമയത്ത് നമ്മൾ ആരും തന്നെ യേശു എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല. And there was no photography. അവിടെ അന്ന് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നില്ല. But today what we see in pictures and paintings are only contributions of different painters and artists. പല കലാകാരന്മാരുടെയും ചിത്രരചന ചെയ്യുന്നവരുടെയും ഒരു സംഭാവനയാണ്, അവരുടെ നിരൂപണമാണ് അതിൽ കാണുന്നത്. But if you read Revelation chapter number 1, പക്ഷേ നിങ്ങൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോയാൽ, John the apostle was taken up in the spirit on a Sunday. യോഹന്നാൻ അപ്പോസ്തലൻ ഒരു ഞായറാഴ്ച ദിവസം ആത്മാവിൽ എടുക്കപ്പെട്ടു. And he started seeing the vision of Jesus. അവൻ യേശുവിന്റെ വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി. And all the narration is given there. അവിടെ ചില വിശദ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. He had white and bright hair. വളരെ ശുഭ്രമായ വെളുത്ത മുടി തനിക്കുണ്ടായിരുന്നു. And his tongue was like a two-edged sword. തന്റെ നാവ് ഇരുവായ്ത്തലയുള്ള വാൾ പോലെയായിരുന്നു. And his legs were brazen, bright bronze legs. തന്റെ കാലുകൾ എല്ലാം ഉലയിൽ ചുട്ടുപഴുപ്പിച്ച ചെമ്പ് പോലെ ഇരുന്നു. And a narration, a description is given there. അവിടെ വലിയ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. And that it has no comparison with our paintings and our pictures. നമ്മൾ ഇന്ന് കാണുന്ന പിക്ചറുമായിട്ട് അവിടെ ഒരു ചേർച്ച കാണുന്നില്ല.
Hallelujah. Hallelujah. Because after resurrection, Jesus has a glorious figure. കാരണം പുനരുത്ഥാനത്തിന് ശേഷം യേശുവിനുള്ളത് ഒരു മഹത്വപൂർണമായ രൂപമാണ്. We can't even look at him. അവനെ ഒന്ന് നേരെ നോക്കുവാൻ പോലും നമുക്ക് കഴിയുകയില്ല. When John the Apostle saw Jesus, he fell down prostrate just like a dead man. അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിനെ ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഒരു മരിച്ചവനെ പോലെ അവൻ കവിണ്ണു വീണു. Brothers and sisters, look at me. സഹോദരി സഹോദരന്മാരെ എന്നെ നോക്കിയാലോ. Our Jesus is not an ordinary person. നമ്മളുടെ യേശു ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയല്ല. Always we imagine Jesus in a human form. നമ്മൾ എപ്പോഴും യേശുവിനെ ഒരു മനുഷ്യ രീതിയിലാണ് ചിന്തിക്കാറ്. He had a human form when he lived here 33.5 years. താൻ ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചപ്പോൾ ഒരു മനുഷ്യ രൂപം ഉണ്ടായിരുന്നു. But now today he is not living in that figure. ഇന്ന് ഒരു മനുഷ്യ രൂപത്തിലല്ല, മനുഷ്യ ശരീരത്തിലല്ല യേശു ജീവിക്കുന്നത്. Jesus is risen from the dead. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. And he is living forevermore. അവൻ എന്നുമെന്നേക്കും ജീവിക്കുന്നു. He has a glorious apparition. തനിക്ക് മനോഹരമായ മഹത്വപൂർണമായ ഒരു രൂപമാണുള്ളത്. Hallelujah. Hallelujah. So we should be proud to love and serve this Jesus. ഈ യേശുവിനെ സേവിക്കുവാനും സ്നേഹിക്കുവാനും നമ്മൾ അഭിമാനം നിറഞ്ഞവരായിരിക്കണം. But let me come back to my topic today. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിലേക്ക് മടങ്ങി വരട്ടെ. Jesus had an amazing mission when he came here. താൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ വളരെ അതിശയിപ്പിക്കുന്ന ഒരു ദൗത്യമായിട്ടാണ് യേശു വന്നത്. When we read Luke chapter 4, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ and verse number 18, അതിന്റെ 18-ാമത്തെ വചനം, Jesus says he had a special focus on the poor people in his ministry and in his mission. തന്റെ ശുശ്രൂഷയിലും തന്റെ ദൗത്യത്തിലും ദരിദ്രരായ ആൾക്കാർക്ക് ഒരു പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടായിരുന്നു എന്ന് കാണാം. Say it once again. തന്റെ ശുശ്രൂഷയിലും തന്റെ ദൗത്യത്തിലും ദരിദ്രരായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ശ്രദ്ധ കർത്താവിനുണ്ടായിരുന്നു. Did you listen to that? നിങ്ങളത് കേട്ടോ? When Jesus came into this world, യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he had a special consideration for all the poor people in this world. ഈ ലോകത്തിലെ സകല ദരിദ്രരോടും പ്രത്യേകമായ ഒരു പരിഗണന കർത്താവിനുണ്ടായിരുന്നു. Luke 4 verse number 18 says, "The Spirit of the Lord is on me because he has anointed me to proclaim good news to the poor." ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വചനം പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. Poor people means in two areas. ദരിദ്രർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് 2 മേഖലകളിലാണ്. One is financial area. ഒന്ന് സാമ്പത്തികമായിട്ട്. In this world many people say, I don't have my own house, I don't have much dress, I don't have a bank balance, I don't have enough cash with me. ഇന്ന് ഈ ലോകത്തിൽ പല ആളുകളും പറയാറുണ്ട്, അയ്യോ എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ പോക്കറ്റിൽ പേഴ്സിൽ പണമില്ല, എൻ്റെ ബാങ്ക് കാലിയാണെന്ന് പറയാറുണ്ട്. And there is no great financial flow in my life. എൻ്റെ ജീവിതത്തിൽ വേണ്ട സാമ്പത്തികമായ പണത്തിന്റെ ഒഴുക്കില്ല. But Jesus says, യേശു പറയുന്നു, he has a special consideration for such people in his mission. തന്റെ ദൗത്യത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പരിഗണന അവനുണ്ട്. Hallelujah. ഹല്ലേലൂയ. Second area is the spiritual area. രണ്ടാമത്തെ മേഖല ആത്മീക മേഖലയാണ്. The Bible says all of us sinned and we have come short of the glory of God. വചനം പറയുന്നു, നമ്മൾ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് ഇല്ലാത്തവരായി തീർന്നു. That is spiritual poverty. അതാണ് ആത്മീക ദാരിദ്ര്യം. No holiness. വിശുദ്ധിയില്ല. Living in sins. പാപത്തിൽ ജീവിക്കുന്നു. By nature we were sinful. നമ്മൾ സ്വാഭാവികമായി പാപം നിറഞ്ഞവരായിരുന്നു. That is spiritual poverty. അതാണ് ആത്മീക ദാരിദ്ര്യം. Jesus has a special consideration for all the spiritually poor people in this world. ഈ ലോകത്തിൽ ആത്മീകമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ ഒരു പരിഗണന യേശു നൽകുന്നു. Hallelujah. ഹല്ലേലൂയ. When we read the Bible, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ when we read 2 Corinthians chapter 8 and verse number 9, 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാമത്തെ വചനം വായിക്കുമ്പോൾ, and chapter 9 verse number 8, 9-ന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, both verses when we take together, നമ്മൾ ആ 2 വചനങ്ങളും ഒരുമിച്ച് ചേർക്കുമ്പോൾ, when Jesus came into this world, യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he became poor so that we can become rich. അവൻ ദരിദ്രനായി തീർന്നു, നമ്മൾ സമ്പന്നരാകുവാൻ അവൻ ദരിദ്രനായി തീർന്നു. Hallelujah. ഹല്ലേലൂയ. I believe in every way we will become rich because Jesus became
poor. ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത് കൊണ്ട് എല്ലാ മേഖലകളിലും ഞാൻ സമ്പന്നനായി മാറും. Hallelujah. ഹല്ലേലൂയ. Jesus is the richest person. യേശുവാണ് ഏറ്റവും ധനാഢ്യനായ വ്യക്തി. All the wealth in this universe belongs to Jesus. ഈ ലോകത്തിലെ സകല സമ്പത്തും യേശുവിൻ്റെതാണ്. Say it again. ഈ ലോകത്തിലെ സകല സമ്പത്തും യേശുവിൻ്റെതാണ്. Somebody will come and say, I am the richest person in the world. ചില ആളുകൾ വന്നിട്ട് പറയും, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ധനാഢ്യൻ. That's only for 40 years. That's only for 60 years. After that, you have to vacate the earth. ഒരുപക്ഷെ 40 വർഷം 60 വർഷം അവൻ ജീവിച്ചിരിക്കും. അതിനുശേഷം അവൻ ഈ ഭൂമി വിട്ടേ പോകണം. But Jesus is eternally rich person. എന്നാൽ യേശു നിത്യത മുഴുവൻ അവൻ ധനാഢ്യനായ ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. All the material wealth, all the spiritual wealth, everything belongs to Jesus. എല്ലാ ഭൗതിക നന്മകളും എല്ലാ ആത്മീക നന്മകളും യേശുവിന്റെ പക്കലുണ്ട്. But on the cross, he became so poor so that in exchange we will become rich in Christ. എന്നാൽ കാൽവരി ക്രൂശിൽ താൻ ദരിദ്രനായി തീർന്നു. അതിലൂടെ നമ്മൾ സകലത്തിലും സമ്പന്നരാകുവാനായിട്ട്. If you get this vision in you today onwards, your life will change. ഈ ഒരു ഉൾക്കാഴ്ച വെളിപ്പാട് നിങ്ങളുടെ അകത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറും. Hallelujah. ഹല്ലേലൂയ. I always say wealth is not coming from your father-in-law. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിനക്കുള്ള പണം നിന്റെ അമ്മായിയപ്പനിൽ നിന്നല്ല വരുന്നത്. Wealth is coming from the heavenly Father. നിന്റെ സ്വർഗീയ അപ്പനിൽ നിന്നാണ് നിനക്കുള്ള ധനം വരുന്നത്. Hallelujah. ഹല്ലേലൂയ. If you look at the face of human beings, you will be desperate. But if you look at the face of the Heavenly Father, your face will be radiant. മനുഷ്യന്റെ മുഖത്തേക്ക് നീ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരുപക്ഷെ നീ നിരാശനാകേണ്ടി വരും. എന്നാൽ സ്വർഗീയ പിതാവിലേക്ക് നീ നോക്കുകയാണെങ്കിൽ നിന്റെ മുഖം പ്രകാശിതമാകും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ആഗസ്റ്റ് 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ ആഗസ്റ്റ് 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബ്നേസർ ഓഡിറ്റോറിയം, ബിഷപ്പ് ഹൗസിന് സമീപം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പല പല സ്ഥലങ്ങളിലായിരിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥനയിലൂടെ ആത്മാവിൽ ഒരുമിച്ച് കണക്റ്റഡായി നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായും കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി അവൻ ചെയ്യും. കർത്താവെ, ഞങ്ങൾ ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏകദേശം 3 മാസത്തോളമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് തൽക്ഷണം സൗഖ്യമാക്കും. യേശുവിൻ നാമത്തിൽ ഈ നിമിഷം മുതൽ സമ്പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. നട്ടെല്ലിന് സാരമായ തകരാറ് നിമിത്തം കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ക്യാൻസറിൻ്റെ കൂടിയ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് ജീവിതമുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയെ അത്ഭുതകരമായി യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതുപോലെ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ ഒരു ഭാഗത്ത് വന്ന് മാറുമ്പോൾ അടുത്ത ഭാഗത്ത് അങ്ങനെ മാറി മാറി വരുന്ന സ്കിൻ ഡിസീസുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൊറായസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അസ്ഥികളുടെ അകത്ത് മജ്ജയിലുള്ള ചില പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസമോ രോഗമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവെ, നീ ഒരു അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. തീരെ സമാധാനമില്ലാതെ വളരെ പ്രയാസപ്പെടുന്ന ഹൃദയങ്ങളിൽ യേശു ഈ സമയത്ത് സമാധാനത്തെ നൽകുന്നു. നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടി ഇതെങ്ങനെ ലഭിച്ച അതുപോലുള്ളൊരു ദൈവിക സമാധാനം കർത്താവ് നൽകുന്നു.
ആകുല ചിന്തകളെ കർത്താവ് എടുത്തു മാറ്റും. ഒരു പ്രത്യാശ കർത്താവ് അകത്ത് നൽകുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പുകവലി ശീലത്തിന് അടിമകളായ ചിലരെ കർത്താവ് പുറത്തെടുക്കുന്നു. മദ്യപാനം ചിലരിൽ നിന്ന് മാറിപ്പോകുന്നു. ഡ്രഗ് അഡിക്ഷൻ മാറിപ്പോകുന്നു. വിചിത്രമായ ചില ദുശീലങ്ങൾ അതും ചിലരിൽ നിന്ന് മാറിപ്പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഒരു സ്വഭാവത്തിൽ മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരുമുണ്ട്. യേശുവിൻ നാമത്തിൽ സ്വഭാവത്തിൽ ദൈവികമായൊരു മാറ്റം ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. എന്നാൽ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും തീർച്ചയായും നിങ്ങൾ ഈ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയണം. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ പലതുമുണ്ട്. ആ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ഓഫീസ് ടൈമിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഓൺലൈനായി നിങ്ങൾക്കത് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാം. നാളെ തിരുവനന്തപുരത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. മറ്റന്നാൾ പുനലൂരിൽ നടക്കുന്നു. ഇതിൽ രണ്ടിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ നമുക്ക് ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.